ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ട്യൂൺ ഉലർത്തിയത് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ സബോള എടുത്തിട്ടുണ്ട്. സബോള 2 വലിയ സബോള കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം, അതും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 4-5 അല്ലി മതി, അതും ചെറുതായി അരിഞ്ഞെടുക്കുക. പച്ചമുളക് 2 എണ്ണം, 2-3 നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ, അതും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വേപ്പില. അതുപോലെ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 കപ്പ് തേങ്ങ കേട്ടോ, തേങ്ങ ചെറുകിയതാണ് എടുത്തേക്കുന്നത്. തേങ്ങയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ടൂൺ എടുത്തേക്കുന്നത് ക്യാൻഡ് ടൂണിയാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ടൂണ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ടൂണിയാട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ 120 ഗ്രാമാണ് വെള്ളം ഇല്ലാതെ വരുന്നത്. ഇതിപ്പോൾ ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 120 ഗ്രാമാണ് വെള്ളം ഇല്ലാതെ വരുന്നത്. അപ്പോൾ 5 ഇതുപോലത്തെ ക്യാനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഈ സവോളയൊക്കെ വഴന്ന് വരാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ഒന്ന് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല ആട്ടോ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ആണെങ്കിൽ അത് ചേർക്കാം, അതായാലും കുഴപ്പമൊന്നുമില്ല. ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഫിഷ് മസാലയായിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ കുറച്ച് നേരം മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആദ്യം ചേർക്കാത്തത് നമ്മളത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്കിത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്നുകൂടി മൂപ്പിക്കാം. ഇനി അധികം നേരം മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തേങ്ങ കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ടൂണ ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടൂണയിൽ തന്നെ കുറച്ച് ഉപ്പുണ്ടാവും, പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ചേർക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഉപ്പിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തോ. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ടാണ് തോന്നുന്നത്, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത്തിരി കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഒത്തിരി ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്യണതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ട്യൂണ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ട്യൂണ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കി എടുക്കാനായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണേ. താങ്ക്